അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നെഹ്റു ക്യാപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ വലിയ തൊപ്പിയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പേപ്പർ തന്നെ വേണ്ടി വരും. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞ് പേപ്പർ എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ തൊപ്പിക്ക് വേണ്ടിയുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ വലിയ തൊപ്പിക്ക് വേണ്ടിയുള്ള പേപ്പർ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഏത് പേപ്പറാണോ എടുക്കുന്നത് ആ പേപ്പർ നേരെ, അതായത് സമാസമായിട്ടൊന്ന് മടക്കുക. അപ്പോൾ നല്ല ലെവലായിട്ട് അടിപൊളിയായിട്ട് സമാസമായിട്ട് മടക്കുക. മടക്കി വെച്ചതിന് ശേഷം A4 പേപ്പറിൻ്റെ 2 കോർണറിലും ഒരേ അളവിൽ, അതായത് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു കോർണറിൽ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റു വശത്തെ, അതായത് മറുവശത്തെ കോർണറിലും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുന്ന തൊപ്പിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്കിത് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ 4 സെൻറ്റിമീറ്ററിലാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം തുല്യ അളവിൽ മാർക്ക് ചെയ്ത വശത്തിലൂടെ ഒന്ന് മടക്കിയെടുക്കുക. അതായത് വീഡിയോയിൽ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കുക. അതുപോലെ തന്നെ മറുവശവും നമ്മൾ അതേപോലെ തന്നെ മടക്കിയെടുക്കുക. അതിനുശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. അതായത് നമ്മൾ ആ എഡ്ജസിലാണ് മടക്കിയെടുക്കാൻ പോകുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. 2 വശത്തും ഒരു മടക്കിയെടുക്കുക. അതായത് ഒരു വീട് കണക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 വശത്തും മടക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അതിനുശേഷം അത് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മറുവശവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എങ്ങനെയാണ് മടക്കുന്നതൊക്കെ. അപ്പോൾ ഫസ്റ്റായിട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് നേരെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ പുറകോട്ട് വലിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. അങ്ങനെ 2 വശവും അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അമർത്തുക. കാരണം തൊപ്പിയുടെ ഷേപ്പൊക്കെ അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മടക്കി വെച്ച, അതായത് ഇപ്പോൾ ചെയ്തു വെച്ചത് ഒന്ന് മുകളിലേക്ക് നിവർത്തി കൊടുക്കുക. മുകളിലേക്ക് നിവർത്തിയിട്ട് ഒന്ന് അമർത്തുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിലേക്ക് ഒന്ന് വിടർത്തുക. എന്നിട്ട് അതൊന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അവിടെ ഒരു അടയാളം വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് മറിച്ച് പിടിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട, അതായത് ആ തൊപ്പിയുടെ അളവിനനുസരിച്ച് നമുക്കത് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഒന്നും കൂടിയും അതൊന്ന് മടക്കിയെടുക്കുക. തുടർന്നുള്ള ഭാഗം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചും കത്രിക ഉപയോഗിച്ചും മുറിച്ച് മാറ്റാവുന്നതാണ്. മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക.
ഇനിയും അതായത് നമ്മൾ മുറിച്ചതിന് ശേഷം ഇനിയും അവശേഷിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് മാറ്റാവുന്നതാണ്. അതും നമുക്ക് കത്രികയോ അതായത് സ്കെയിലോ ഉപയോഗിച്ച് നമുക്കൊന്ന് മുറിച്ച് മാറ്റാവുന്നതാണ്. അതിനുശേഷം അത് താഴേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 2 സ്ഥലത്ത് ഒരു വീട് പോലെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ 2 കോർണേഴ്സ് നിങ്ങൾ, അതായത് കോർണേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം, ആ 2 വശവും നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഉൾവശത്തേക്ക് മടക്കി വയ്ക്കുക. പിന്നീട് ഇത് മുകൾ വശത്തേക്ക്, അതായത് മുകളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിലേക്കൊന്ന് സാവധാനത്തിൽ മടക്കി കൊടുത്ത് അടിയിലുള്ള ഒരു വശം കാണാം നിങ്ങൾക്ക്, അതൊന്ന് അമർത്തി കൊടുക്കുക. ബാക്കി അവശേഷിക്കുന്ന ഭാഗം അതിനുള്ളിൽ മടക്കിയിട്ട് കയറുന്നില്ലെങ്കിൽ, അതായത് നല്ല കട്ടിയായിരിക്കും ഇങ്ങനെ മടക്കുമ്പോൾ, അതിനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ പേപ്പറിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ മുറിച്ച് മാറ്റാവുന്നതാണ്, കത്രിക അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് മുറിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ ഇറക്കി വെക്കാൻ ഭാഗത്തിലായിരിക്കണം നമ്മൾ പേപ്പർ മുറിക്കേണ്ടത്. നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തുല്യ അളവിൽ മടക്കിയിട്ട് 3 വശങ്ങൾ നമുക്ക് കിട്ടും. അതായത് 3 വശങ്ങളായിരിക്കും നമ്മളിത് ചെയ്യുമ്പോൾ കിട്ടാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഫെവിക്കോളോ ഒക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. 3 വശം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ബാക്കി, അതായത് നേരത്തെ മുറിച്ച് വെച്ചാൽ അത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. അതായത് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇറക്കിയതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ 4 സൈഡും അതേപോലെ തന്നെ ഇറക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പം നമ്മൾ നന്നായിട്ട് ഇറക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഗ്ലൂ ഉപയോഗിച്ചൊന്ന് ഒട്ടിക്കുക. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ എടുക്കാവുന്നതാണ്. പേപ്പർ ഒട്ടുന്ന ഏത് ഗ്ലൂ നിങ്ങൾക്ക് ഇതിനായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലൂ നമ്മൾ 2 വശത്തും, അതായത് 4 വശത്തും നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തൊപ്പിയുടെ മേക്കിംഗ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചത് ചെറിയ പേപ്പറാണ്, അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞു തൊപ്പി ഇവിടെ ലഭിച്ചത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടിയ പേപ്പർ എടുക്കുക, എന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിപ്പമുള്ള തൊപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ